എല്ലാവർക്കും നമസ്കാരം. മണ്ണപ്പം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടു. രാവിലെ കാണാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല, ആൾ കുറവായിരുന്നു. 3-4 പേരുള്ളവർ കാണിക്കില്ല എന്ന് സ്റ്റാർട്ടിങ് പിടിച്ചു. സോ നമുക്ക് ഉച്ചക്കത്തെ ഷോ ആയി കാണാൻ പറ്റുള്ളൂ. അവർ 10-15 പേരുണ്ടായിരുന്നു. നമ്മൾ കണ്ടു. ആൻഡ് ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാവും, കഥ നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ മണ്ണപ്പം കണ്ട് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാം. മണ്ണപ്പം ചുറ്റി കളിക്കണം എന്നുള്ളവർക്കും സ്കിപ്പ് ചെയ്യാം. അപ്പം ഭയങ്കരமான ഒരു കാടാണ്. ആ കാട്ടിൻ്റെ അകത്ത് ഭയങ്കര രസമുള്ള പുൽമൈതാനത്ത് നമ്മുടെ നായകൻ അവിടെ ഓടി വരികയാണ്. എന്തിനാണ് അവൻ ഓടി വരുന്നത്? അവൻ്റെ കൂട്ടുകാരനെ ബലി കൊടുക്കാൻ പോകുമ്പോൾ അവനെ തടയാൻ വേണ്ടി പോവുകയാണ്. കൂട്ടുകാരനെ ബലി കൊടുത്തു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഭക്തി ഉപേക്ഷിച്ചു. മനസ്സിലായോ? ഭക്തി ഉപേക്ഷിച്ചു. അപ്പോൾ നായകൻ്റെ പേരാണ് തിന്ന തിന്ന തിന്ന. നമ്മുടെ ശരത് കുമാർ അച്ഛൻ്റെ റോളിലാണ് വരുന്നത്. തിന്ന 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 എന്ന് എത്ര തവണ തിന്നാൻ വിളിക്കുന്നുണ്ടെന്നറിയോ? അതിൻ്റെ കൂടെ തന്നെ ഈ നായകന് ആ ഭക്തി ഉപേക്ഷിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എതിരാണ്. ഈ നായകൻ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായകൻ ഡബ് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിയാണ്. കമ്മത്തൻ കമ്മത്തിൽ ദോശ നല്ല ദോശ വേണം, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടെ കപ്പലോടും. മമ്മൂട്ടിനെ ഒരിക്കലും ചെയ്യരുതെന്ന് വിചാരിച്ചുള്ളൊരു റോളായിരുന്നു അത്. എന്നിട്ട് എന്തിനാണ് മമ്മൂട്ടി അതേ രീതിയിൽ വന്ന് ഈ നായകനെ ഡബ് ചെയ്തിട്ടുള്ളതെന്ന് ഒട്ടും മനസ്സിലായിട്ടില്ല. ഇതേ ഡബ്ബിങ് ഫുൾ ഓൺ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡബ്ബിങ് മാത്രം ഈ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് തന്നെ, മമ്മൂട്ടി കിട്ടാത്തതുകൊണ്ട് തന്നെ, മമ്മൂട്ടി എനിക്കൊന്ന് ശ്രീലങ്കയിൽ ഷൂട്ടിങ്ങിന് പോയത് ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു, 2 വാക്ക് വേറെ ആളൊന്ന് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മണ്ണപ്പം സിനിമയുടെ നായകൻ തിന്നൻ വലുതായി ഒരു രാജ്യമൊക്കെ ഭരിക്കാനുള്ളൊരു പ്രാപ്തിയൊക്കെ ആയി വരുന്നു. ഇവർ 5 ഗ്രാമങ്ങളാണ്. അപ്പോൾ 5 ഗ്രാമത്തിലും 5 തലവന്മാരുണ്ട്. അപ്പം അന്യദേശത്ത് നിന്ന് ഒരാൾ അതിക്രമിച്ച് ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് വരുന്നു. ഇവരുടെ ഒരു വായുലിംഗമുണ്ട്, അതൊരു സ്ഥലത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പം അത് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടുത്തെയുള്ള ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളുടെ മേൽ ഇവന്മാർ ശക്തി കാണിക്കുന്ന ആ ഒരു അവസരത്തിൽ നമ്മുടെ തിന്നപ്പ, അതായത് ഈ മണ്ണപ്പ സിനിമയിലെ തിന്നപ്പ വന്ന് എതിർക്കുകയാണ്. അവന്മാരെയൊക്കെ കുത്തി മലത്തുകയാണ്, അമ്പെയ്ത് വീഴ്ത്തുകയാണ്. ചില്ലർ ഫൈറ്റൊന്നുമല്ല, വെടിച്ചില്ലം ഫൈറ്റൊക്കെയാണ്. അങ്ങനെ അവന്മാരിലെ മെയിൻ ആളെ ഇവൻ കൊല്ലുന്ന സമയത്ത് അവൻ പറയുകയാണ്, എൻ്റെ ചേട്ടൻ വരും പകരം ചോദിക്കുകയാണ്. ഓക്കെ, ഓൺ ദ സ്പോട്ടിൽ തന്നെ അവനെ കൊന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവനെ തീർത്തു വിട്ടു. ഈ ചേട്ടൻ വരാൻ പിന്നെ കുറേ നേരം എടുക്കും. ആ സമയത്ത് നമുക്ക് നായികയുമായിട്ടുള്ളൊരു സീനുകളൊക്കെ വെച്ച് ആ ഒരു കഥ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണമല്ലോ. അപ്പോൾ നായികയുമായിട്ടുള്ള സീനുകളൊക്കെ നമ്മളെ ബാഹുബലി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ബാഹുബലിക്കകത്ത് ഒരു നായികയ്ക്ക് വേണ്ടി 2 പേരിങ്ങനെ അടികൂടുന്ന പരിപാടിയല്ലേ, അതേ സെയിം സാധനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ നായകന് ഭക്തി ഇത്തിരി പ്രശ്നമാണ്. ഭക്തി പുള്ളിയുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യമാണ്. പുള്ളിക്ക് പഴയ ആ ഒരു നൊസ്റ്റാളജി കിടപ്പുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ശരത് കുമാർ ഇവൻ്റെ അപ്പൻ ഈ ശരത് കുമാർ ഇവനെ നാട് കടത്തുന്നുണ്ട്. ഈ ഭക്തിയുടെ കാര്യത്തിനും അതുപോലെ തന്നെ ഇവൻ്റെ ഈ ഗ്രാമത്തിലുള്ള മറ്റൊരു തലവനുണ്ട്. അപ്പോൾ അവനുമായിട്ട് ഇവൻ അടി ഉണ്ടാക്കും. എന്തിനാ? ഈ പെണ്ണിനെ കല്യാണം കഴിക്കാം. ഇവൻ്റെ നായികയെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു നായികയ്ക്ക് വേണ്ടി 2 ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ തല്ലി ജയം പ്രഖ്യാപിക്കണമെന്നാണ് പറയുന്നത്. തല്ലി ജയിച്ചു കഴിഞ്ഞപ്പോൾ പറയുവാണ്, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവനെ നീ തൊട്ടോടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത് കുമാർ തൻ്റെ മോനെ നാട് കടത്തുന്ന പരിപാടി. അങ്ങനെ ഇവൻ നാട് കടത്തപ്പെട്ടപ്പോൾ മറ്റവൻ വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവൻ വന്ന് അറ്റാക്ക് ചെയ്ത് ശരത് കുമാറിൻ്റെ നെഞ്ചത്തൊരു ആണി അടിച്ചു കഴിഞ്ഞപ്പോൾ ശരത് കുമാർ സമാധാനമായി. അങ്ങനെ ചത്ത് കിടക്കുന്ന ശരത് കുമാർ ആത്മാവായിട്ട് പോയിട്ട് ഇവനെ വിളിച്ച് പറയും, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയെന്ന്. അങ്ങനെ ഇവൻ ശരത് കുമാറിൻ്റെ അടിയന്തര പരിപാടിക്കൊക്കെ വരും. അങ്ങനെ ഇവൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണിട്ട് ഇവൻ റിവെഞ്ച് ചെയ്ത് മറ്റവനെ തീർക്കും. അവൻ്റെ പരിപാടി ഫ്യൂസാക്കും. രാത്രിയിലാണ് ഫൈറ്റ്. രാത്രിയിൽ നീല വെളിച്ചത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള കുറേ ഫൈറ്റുകളൊക്കെ കാണാം. എന്തൊക്കെയോ നടക്കുന്നു. അങ്ങനെ അവനെ കൊന്നു. അപ്പം നമ്മൾ വിചാരിച്ചു പടം തീർന്നു. ഇല്ല, പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് മോഹൻലാൽ വരുന്നത്. ആഹാ, മോഹൻലാൽ വന്നപ്പം തിയേറ്ററിൽ ഭയങ്കര കയ്യടി. ആര്? ഞാൻ മാത്രം കയ്യടി. മോഹൻലാൽ വന്നു. ഈ നായകനായിട്ടുള്ള തിന്നപ്പ കിടന്ന് മലക്കം മറിഞ്ഞ് മോഹൻലാലുമായിട്ട് ഫൈറ്റ്. വെട്ടുന്നു, കുത്തുന്നു, തലകുത്തി മറിയുന്നു. മോഹൻലാൽ പോടേ. ഈ നമ്മുടെ സലീം കുമാർ മായാവി സിനിമയിൽ പോടാ, ആ പറയുന്ന പോലെ തന്നെ പുള്ളി കൈ അനക്കുന്നു, കാലനക്കുന്നൊക്കെ ഉള്ളൂ. ഇവനാണെങ്കിൽ വായുവിൽ കൂടെ ഇങ്ങനെ മലക്കം മറിഞ്ഞ് പോകുന്നു. ഇപ്പം കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ. മോഹൻലാൽ ജസ്റ്റ് ടച്ച്, ഇത്രയൊക്കെ ഉള്ളൂ. അതിനെല്ലാം ശേഷം മോഹൻലാൽ ഒരു വാള് കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു പോസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെന്ത് പോസാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുപോലൊരു പോസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നാലും 10-80 കിലോയുള്ള മനുഷ്യൻ ഒരു വാളിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിപാടി തന്നെ കേട്ടോ.
പിന്നെ ഇപ്പം താത്തമാരുടെ കാലമാണല്ലോ, മർമാണി താത്തമാർ. നിപ്പിൽ ഈ 6 പാക്ക് വരുത്തുന്ന താത്തമാരുടെ കാലമുള്ള സമയത്ത് ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഈ മണ്ണപ്പൻ സിനിമയിലെ തിന്നപ്പയെ ഭക്തിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പാമ്പിനെ ഇറക്കുന്നുണ്ട് ശിവൻ, പിന്നെ കാട്ടാനെ ഇറക്കുന്നുണ്ട്, പിന്നെ വലിയ ചിലന്തിയെ ഇറക്കുന്നുണ്ട്, അങ്ങനെ കുറേ മൃഗങ്ങളെ ഇറക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് പ്രഭാസിനെ വരെ ഇറക്കുന്നുണ്ട്. ഇത്രയും ആളുകളെ ഇറക്കിയിട്ടുള്ള ആ ഒരു ശിവന് ആ യുദ്ധം വന്നപ്പോൾ ഒരാളെ ഇറക്കിയിട്ട് യുദ്ധം ഒഴിവാക്കായിരുന്നു. എത്രയോ പേര് ചത്തുപോയി. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യം. അപ്പോൾ ഇത്രയും ആ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇവനെ ഭക്തനാക്കി മാറ്റണം, അതാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഒരു ദിവസം മഹാശിവരാത്രിയാണ്, അപ്പോൾ അന്ന് ആരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോഴാണ് പ്രഭാസ് വരുന്നത്. ഭക്ഷണം കഴിച്ചാൽ എന്താണെന്ന് പറഞ്ഞുള്ള ചോദ്യമൊക്കെയാണ്. പ്രഭാസ് വന്ന സീനുകളൊക്കെ ഓക്കെ ആയിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയും അസഹനീയമായിട്ടുള്ള സീനുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു സീരിയൽ ലെവലിലേക്കൊക്കെ സിനിമ ഉയർന്നത് അവിടെയായിരുന്നു. അങ്ങനെ പ്രഭാസ് വരുന്നു, നല്ല സീനുകൾ നമ്മൾ കാണുന്നു. പ്രഭാസ് വന്നിട്ട് ഇവനെ ഒരു ഭക്തനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ ഇട്ട് കൊടുക്കുന്നു. ഇവൻ അറിയാതെ പോയിട്ട് ഇവൻ കല്ലെറിയുമ്പോൾ അവിടുത്തെ തേങ്ങ ഉടഞ്ഞിട്ട് നീ തേങ്ങ ഉടച്ചു, നീ ശിവന് മുന്നിൽ തേങ്ങ ഉടച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ നൈസായിട്ട് ഒതുക്കി ഭക്തനാക്കി മാറ്റുവാണ്. അങ്ങനെ ഇവൻ ഭക്തനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ലറ ഭക്തിയൊന്നുമല്ല, ഇവന് ഭക്തി മൂത്ത് എന്തോ ആയി പോവുകയാണ്. ആ കല്ലിൻ്റെ ഫ്രണ്ടിലാണ് ഫുൾ ടൈം, ആ ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിലാണ് ഫുൾ ടൈം. അവസാനം ഇവൻ കുറേ പരിപാടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ കണ്ണുനീര് വന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ കണ്ണുനീര് തുടയ്ക്കാൻ പോകുമ്പോൾ ശിവലിംഗത്തിൻ്റെ കണ്ണിന് ചോര വരും. എന്നിട്ട് ചോര വന്നപ്പോൾ ഇവൻ്റെ സ്വന്തം കണ്ണ് കൊടുക്കുന്നുണ്ട്. 2 കണ്ണും ശിവലിംഗത്തിന് ദാനം ചെയ്ത് ഇവനങ്ങ് ഭക്തി മൂത്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്. അയ്യോ, ക്ലൈമാക്സിൽ ഇവന് കണ്ണ് തിരിച്ചു കൊടുക്കുന്നു. ഇവനെ ഏറ്റവും വലിയ ഭക്തനാക്കി ശിവനിലേക്ക് ഇവനെ ആവാഹിക്കുന്നു. അവിടെ പടം അവസാനിക്കും. അപ്പം കണ്ടാസ്വദിക്കേണ്ടവർക്ക് പോയി കാണാം. ഒരു സീരിയൽ ലെവൽ രസങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അസഹനീയമാണ്. കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് തീരെ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക. ചെറിയ താല്പര്യമുള്ളവർ താല്പര്യം മനസ്സിൽ അടക്കി വെക്കുക.